അൽഫാം മന്തി, ഫിഷ് ഗ്രിൽ, തന്തൂരി, ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും. ദർബാർ ഫാമിലി റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം, ഗുരുവായൂർ റോഡ്, പട്ടാമ്പി. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള പ്രത്യേക ഗ്രാമസഭ വലിയകുന്ന് HALPU സ്കൂളിൽ വെച്ച് ചേർന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, പ്രവാസികൾ എന്നിവരുടെ ഉന്നമനത്തിനു വേണ്ടി പദ്ധതികൾ ചർച്ച ചെയ്ത് രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് പ്രത്യേക ഗ്രാമസഭ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. പ്രയോറിറ്റി അതിൻ്റെ അകത്ത് എഴുതി ക്ലിയർ ചെയ്ത് ഒപ്പുവെച്ച് ഓഫീസിൻ്റെ അകത്ത് ഉണ്ടാവുമ്പോൾ നമുക്കത് നോക്കിയിട്ട് നേരത്തെ അധ്യക്ഷ പറഞ്ഞതുപോലെ തന്നെ മാനദണ്ഡങ്ങൾക്ക് അതീതമായി നടത്തേണ്ട കാര്യങ്ങൾ അത് മാത്രമേ ചെയ്യാനും ഒക്കുകയുള്ളൂ. അപ്പം നിങ്ങളിവിടെ ഇവിടുന്ന് പറയാണ് ഇവിടെ ഒരു വിമാനത്താവളം ഉണ്ടാക്കണം, അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ രേഖപ്പെടുത്തും. പക്ഷേ വിമാനത്താവളം നമുക്ക് ഉണ്ടാക്കാൻ മാർഗരേഖയിൽ സാധ്യമല്ല. അത് പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ കേട്ടോ. എല്ലാ വിമാനത്താവളം എന്ന് പറഞ്ഞത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രാമസഭയിൽ കാര്യങ്ങൾ എഴുതാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. മുഴുവനൊന്നും തന്നെ നമുക്ക് നടപ്പിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ കഴിയുന്ന നമ്മളെ പഞ്ചായത്തിന്റെ സാമ്പത്തികം നോക്കണം. പഞ്ചായത്തിന്റെ സാമ്പത്തികം നോക്കി നമുക്കാണെങ്കിൽ വലിയ വലിയ വരുമാനങ്ങളൊന്നുമില്ല. ഈ വീടുകളിൽ നിന്ന് കിട്ടുന്ന നികുതിയും കടകളുടെ ലൈസൻസാണ് പ്രധാനമായിട്ടും നമ്മളുടെ വരുമാനം. അതിൻ്റെ അപ്പുറത്തേക്ക് ലോഡ്ജുകളോ സിനിമാ തിയേറ്ററുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്, ബസ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വലിയ വരുമാനം ഉണ്ടാവുക. അങ്ങനത്തെ പഞ്ചായത്തിന് വലിയ വലിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ സാമ്പത്തികത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N ഖദീജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മുകുൽസി ടീച്ചർ, റംല, CDS ചെയർപേഴ്സൺ ശശികല തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.